നമസ്കാരം. ഇന്നലെ സിവിൽ സർവീസിന്റെ റിസൾട്ട് വന്നു വൈകുന്നേരം. അപ്പം അതൊക്കെ കണ്ടിങ്ങനെ സന്തോഷിക്കുന്ന സമയത്താണ് നമ്മുടെ ജമ്മു കാശ്മീരിൽ നിന്ന് അടുത്ത അറ്റാക്ക് എന്ന രീതിയിൽ അടുത്ത വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് അത് കാണുമ്പോൾ. പാവപ്പെട്ട ടൂറിസ്റ്റുകളൊക്കെ കൊന്നിട്ട് അവർക്ക് എന്തോ കിട്ടാമെന്നൊരു വലിയ ചോദ്യമുണ്ട്. എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരിങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആയിട്ട് ഇന്ത്യക്കാരെ കൊല്ലുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്കാർ അങ്ങോട്ട് പോയി ആരെയും ആക്രമിക്കാറില്ല. അവരിവിടെ വന്ന് ആക്രമിച്ചിട്ട് ഇനി തിരിച്ചടിക്കുമ്പോഴാണ് അടുത്ത തമാശ. അതിന് അവർ ചെന്ന് UN ചെന്ന് പറയും, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പറയും നമ്മൾ അവിടെ കയറി അറ്റാക്ക് ചെയ്തു, അവരെ നമ്മളാണ് വലിയ പ്രശ്നക്കാരെന്ന രീതിയിൽ. AK ആന്റണി സാർ ഇന്നലെ കോൺഗ്രസിന്റെ പഴയ ഒരു നമ്മുടെ എക്സ് മിനിസ്റ്റർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആർമിയും പാകിസ്ഥാന്റെ ഗവൺമെന്റും അറിയാതെ ഇത് നടക്കത്തില്ല. നമ്മുടെ സത്യമുള്ള കാര്യമാണ്. ബോർഡർ ക്രോസ് ചെയ്ത് ഇത്രയും വലിയൊരു ഗ്രൂപ്പ് അകത്ത് വേറെ രാജ്യത്ത് വന്ന് അവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് പോകുമ്പം അവരുടെ ഗവൺമെന്റും അവരുടെ ആർമിയും അറിയുന്നില്ല എന്ന് പറയുമ്പം 100% നമുക്കറിയാം അത് പച്ചക്കള്ളമാണ്. അവരത് മനഃപൂർവ്വം ചെയ്യുന്നതെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം തിരിച്ചടിക്കുമ്പം ആ ഗവൺമെന്റിനും അവിടുത്തെ ആർമിക്കും ചേർത്ത് തിരിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്. എന്നാലും മറ്റേ ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് സ്വന്തം ഫാമിലിയുടെ ഭാര്യയുടെയും മക്കളുടെയും കൊച്ചുമക്കളുടെയും മുന്നിലൊക്കെ വെച്ച് ഓരോരുത്തരെ വെടിവെച്ച് കൊല്ലുകയാണ് പേര് ചോദിച്ചിട്ട്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ തിരിച്ചടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ മെഡിക്കൽ സ്റ്റുഡൻസിന് ശരിക്കും ആർമിയിലേക്ക് പോകാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് SSC വിളിക്കുന്നുണ്ട്. ഇപ്പം അടുത്ത SSC വിളിക്കാൻ സമയമായി. അത് വരുമ്പോൾ സമയത്ത് എക്സാക്ട്ലി എൻ്റെ ചാനലിൽ ഫസ്റ്റായിട്ട് ഞാൻ അത് ഇടും എന്തായാലും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ശരിക്കും ആർമിയിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോകാൻ പറ്റും. അതിനൊക്കെ തന്നെ നീറ്റ് PGയിൽ AFMC ഓപ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് PG ചെയ്യാനും പറ്റും. സിവിലിയൻ 5 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, 5th ഓപ്ഷൻ സിവിലിയൻ 5. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ബാക്കി AFMCയിൽ അല്ലാതെ MBBS പഠിച്ചവർക്കും സിവിലിയനായ ആൾക്കാർക്ക് അവിടെ PG ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അവർക്ക് ആകെ എന്ന് വെച്ചാൽ ഫിസിക്കൽ ഫിറ്റ്നസ് കാണിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ PG ചെയ്യാൻ പറ്റും. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യാൻ പറ്റും. അതിനൊക്കെ തന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, ബാക്കിയുള്ള ആസാം റൈഫിൾസ്, അങ്ങനെ ഒരുപാട് CRPF തുടങ്ങി ഒരുപാട് മേഖലകളിൽ ഡോക്ടേഴ്സിന് വർക്ക് ചെയ്യാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ആർക്കെങ്കിലും ഒക്കെ ആർമിയിൽ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ശരിക്കും പോവുക, നമ്മളെ രാജ്യത്തിന് വേണ്ടി സെർവ് ചെയ്യുക. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ശരിക്കും ഇത് എൻ്റെ PG കഴിഞ്ഞാൽ ഞാനും ഒന്ന് ട്രൈ ചെയ്യുമെന്നും കൂടെ. കാരണം നമുക്കത് എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ചടിക്കാൻ തോന്നും നമുക്ക്. അതിപ്പം ഏതൊരു പൗരനും തോന്നുന്നൊരു സംഭവമാണ്. കാരണം നമുക്കറിയാം കാശ്മീർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഏകദേശം 1.5 കോടിക്ക് പുറത്ത് ടൂറിസ്റ്റ് കഴിഞ്ഞ വർഷം തന്നെ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം അതിലും നമ്പർ കൂടാനാണ് ചാൻസ് ഉള്ളത്. കാരണം അത്രയ്ക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം ആ ഒരു സംസ്ഥാനത്തിൻ്റെ ടോട്ടൽ എക്കണോമി തന്നെ ബൂസ്റ്റ് ചെയ്യുന്നു. അവിടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും കൂടുന്നു ആ ഒരു സമയത്ത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെച്ചാൽ നമ്മുടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD Vanceും ഫാമിലിയൊക്കെ നമ്മുടെ ഇന്ത്യയിലുള്ള സമയത്ത് ഇത്തരത്തിലൊരു അറ്റാക്ക് വരുമ്പോൾ അത് വേൾഡ് അറ്റൻഷൻ എടുക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു ഭാഗത്തിൻ്റെ ടൂറിസ്റ്റ് മേഖലയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ തിരിച്ചടിക്കുക എന്ന് പറയുന്നത് നല്ല രീതിയിൽ അടിക്കുക, അവരുടെ ഗവൺമെൻറ്റിനും അവരുടെ ആർമിക്കും ചേർത്ത് തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം അവരുടെ ഒരു സപ്പോർട്ടില്ലാതെ ഒരിക്കലും അവർക്ക് ഇവിടെ നമ്മുടെ ഒരു അതിർത്തി കടന്ന് അകത്ത് കയറി വന്ന് തിരിച്ച് സൂപ്പറായിട്ട് സേഫായിട്ട് അകത്ത് പോകാൻ പറ്റത്തില്ല. അപ്പം തിരിച്ചടിക്കുക എന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതിന് യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പേഴ്സണൽ അഭിപ്രായം. പിന്നെ അത് എന്തായാലും അടിച്ചിരിക്കും, അതിന് 100% ഉറപ്പുണ്ട്. അത്തരത്തിലുള്ള ഗവൺമെൻറ്റാണ് നമ്മളെ ഭരിക്കുന്നത്. സോ അങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ IAS റിസൾട്ട് വന്നതിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുക. അതിൽ 73 ജനറൽ കാറ്റഗറിയിൽ 73 സീറ്റാണ് IASനുള്ളത്. അപ്പോൾ അതിൽ ഒരാൾക്ക് IAS വേണമെന്നുണ്ടെങ്കിൽ 100-നകത്ത് വേണം. കാരണം ഈ 73-ൽ തന്നെ കുറച്ച് പേര് IFS ആദ്യം ഓപ്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ IPS ഓപ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു 20 ഒക്കെ നമുക്ക് പ്ലസ് ചെയ്യാൻ പറ്റും. അപ്പം അപ് ടു 100 റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് IAS എടുക്കാം. അപ് ടു 120 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് IFS, അത് കഴിഞ്ഞ് ഒരു 200 ലെസ് ദാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് IPS എടുക്കാൻ പറ്റും. ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് സർവീസ് ഉണ്ട്. നമ്മളെ സരിൻ എന്ന് പറയുന്ന വ്യക്തി, ഡോക്ടർ സരിൻ എന്ന് പറയുന്നത് IAS ആണ്, ഇന്ത്യൻ ഓഡിറ്റ് അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ് സർവീസ് ആണ്. അത് IASന്റെ വേറൊരു വെച്ചാൽ ഗ്രൂപ്പ് AO BO ഒക്കെ വരും. അത് എവിടെയാണ് അവർ പോസ്റ്റിംഗ് എന്ന രീതിയിൽ അതിൻ്റെ ഒരു കേഡർ മാറിപ്പോവും. അതിനൊക്കെ തന്നെ ഇന്ത്യൻ റവന്യൂ സർവീസ് IRS, നമ്മുടെ കേജ്രിവാൾക്ക് IRS ഓഫീസറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് മാറിയത്. ഇത്തവണ എനിക്കൊന്നൊരു IRS ഓഫീസർ പഠിച്ചിട്ട് IAS 47 റാങ്ക് എന്താ കിട്ടിയിട്ടുണ്ട്. അവർക്ക് എന്തായാലും IAS കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഞാൻ ഒരു തവണ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു മലയാളി കുട്ടികളുണ്ടായിരുന്നു, ഒരു പയ്യനായിരുന്നു. അപ്പോൾ ആ പയ്യൻ ഇങ്ങനെ ഈ വേറെ ഗ്രൂപ്പ് AO BO ഏതോ സർവീസിലുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ലീവ് എടുത്തിട്ട് പഠിക്കുകയാണ് IASന് വേണ്ടി.
അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും കിട്ടിയാൽ കൂടി നമുക്ക് അത് ലീവ് എടുത്തിട്ട് നമുക്ക് പഠിക്കാം വേറൊരു പരീക്ഷയ്ക്ക് വേണ്ടി. അപ്പം അദ്ദേഹത്തിന് കിട്ടിയല്ലോ എനിക്ക് അറിയത്തില്ല, ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചപ്പം ഇടയ്ക്ക് പറഞ്ഞതാണ്. അപ്പം അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും ജമ്മു കാശ്മീരിലെ ഇഷ്യൂ തിരിച്ചടിക്കുക തന്നെ വേണം, ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ട, അത്രയേ ഉള്ളൂ പറയാൻ. പിന്നെ ആർക്കെങ്കിലും പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഈ ആർമിയിലോട്ട് പോകുന്ന ആ ഒരു വേക്കൻസി എന്തായാലും ഞാൻ എൻ്റെ ചാനലിൽ കൂടെ അത് വരുന്ന സമയത്ത്